ചെറിയ വഴക്കുകൾ പോലും ഈ സ്ത്രീധന പീഡനമായി മാറുന്ന ഒരു ഇതുണ്ട്. ഇപ്പം വ്യാജ കേസുകളായിട്ട് വരുന്നത്. ഇപ്പം മാമിന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് നമ്മുടെ കേരളത്തിൽ കൂടുന്നുണ്ടോ? ഇത് കേരളത്തിൽ മാത്രമല്ല പറയുവാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളും ഒരുപക്ഷെ കൂടുതലാണ്. പക്ഷെ ജെനുവിൻ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ഇത് ഔട്ട്സൈഡ് ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ വഴക്കുകളെന്ന് പറയുമ്പം ചിലർക്ക് ചില അജണ്ടകൾ ഉണ്ടാവാം. അല്ലെങ്കിൽ ഈ പെൺകുട്ടി ഇപ്പോൾ അറേഞ്ച്ഡ് മാരേജ് അല്ലെങ്കിൽ ഒരു ലവ് മാരേജ് ആണെങ്കിലും ഈ പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് ആ വീട്ടിലോട്ട് ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ഒരു എൻവയോൺമെൻറ്റുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാനുള്ളൊരു ബുദ്ധിമുട്ട് ചിലപ്പം ആ പെൺകുട്ടിക്ക് വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നേരത്തെ കണ്ട സ്വഭാവ രീതി അല്ലെങ്കിൽ പെരുമാറ്റ രീതി ആയിരിക്കില്ല കൂടെ ജീവിക്കുന്ന ഹസ്ബൻഡിന്. അവിടെ ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പോൾ മനസ്സിലാവാം. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫോൺ വിളിച്ചിട്ട് വലിയ പഞ്ചാര വർത്തമാനമൊക്കെ കേട്ടിട്ടായിരിക്കും നമ്മൾ സമ്മതിച്ച് അങ്ങോട്ട് വിവാഹം കഴിഞ്ഞ് ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ രണ്ടുപേരും തമ്മിൽ ഡേ ടു ഡേ ലൈഫ് ഓരോ മിനിറ്റിലും ഒരുമിച്ചാണ്. അപ്പോഴായിരിക്കും അവരുടെ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ടൈമിൽ ഒരു പക്ഷേ ഈ പെൺകുട്ടിക്ക് അതുമായിട്ട് ഒത്തുപോകാൻ പറ്റാതെ വരികയും ഇൻലോസിൻ്റെ ഇടപെടൽ കാരണം അവരുടെ ചിലപ്പോൾ കുത്തുവാക്ക് അല്ലെങ്കിൽ ഉപ്പ് കുറഞ്ഞുപോയി അല്ലെങ്കിൽ ചായ ഇട്ട ശരിയായില്ല എന്നൊക്കെയുള്ള കുറേ ഡയലോഗ്സ് ഒക്കെ കേൾക്കുമ്പം പെൺകുട്ടി സ്വാഭാവികമായിട്ടും ഡൗൺ ആവും. അപ്പോൾ വിചാരിക്കും ഇത് ശരിയാവില്ല. അപ്പോൾ ഇവിടുന്ന് എങ്ങനെയും പുറത്ത് കടക്കണമല്ലോ. ആ സമയത്ത് തോന്നുന്ന ഒരു മണ്ടത്തരമായിരിക്കാം ഒരു പക്ഷേ വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് വലിയ ഇഷ്യൂ ഉണ്ടാക്കും. ചിലപ്പോൾ പരിഹരിക്കാൻ പറ്റുന്ന വിഷയങ്ങളായിരിക്കും അതൊക്കെ. പക്ഷെ പെൺകുട്ടിക്ക് ഇതുമായിട്ട് ഒത്തുപോകാൻ പറ്റാത്തത് കാരണം ഒരു ഇഷ്യൂ അവിടെ ക്രിയേറ്റ് ചെയ്യുകയും നേരെ പിന്നെ വീട്ടിലോട്ട് ചെല്ലുകയും പിന്നെ ഈ പറയുന്ന 498 അല്ലെങ്കിൽ BNS 85 ഫയൽ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഇപ്പം നടക്കുന്നുണ്ട്. അത് കേരളത്തെ സംബന്ധിച്ച് കുറച്ച് കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം.